മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടനവിസ്മയം മോഹൻലാല്. ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ. പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ. മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. ഇവരുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് റിലീസ് ചെയ്തത്. ചിത്രം കാണാൻ സുചിത്രയും മക്കളും എത്തിയിരുന്നു. ഇപ്പോഴിതാ ചിത്രം കണ്ട് പുറത്തിറങ്ങിയതിന്റെ പിന്നാലെ സുചിത്ര പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഞാൻ പൊതുവെ ഫാന്റസി മൂവി ഇഷ്ടമുള്ള ആളാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടികൾക്കും ഇഷ്ടമാണ് എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ചേട്ടന്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിയുണ്ട്. അഭിനയിക്കുമ്പോൾ തന്നെ കുറെ ദിവസം വീട്ടിൽ നിന്നും മാറി നിൽക്കും. ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് ചേട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ സംവിധായകരുടെ ഭാര്യമാരെ കുറിച്ചാണ് ആലോചിച്ചത്. ആദ്യ ദിനം മുതൽ റിലീസാകുന്ന ദിവസം വരെ അവർ മാറി നിൽക്കുകയാണ്. ആ ഒരു ഇത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും കുറെ ചെയ്യണം എന്ന് തോന്നി. ഇത് സാധാരണ ചിത്രമല്ല, 3D മൂവിയാണ്. ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും മനോഹരമായത്, ഇതിനേക്കാൾ കൂടുതൽ വലുത് ചെയ്താൽ നന്നാകും എന്നാണ് തോന്നുന്നത്. പ്രണവ് സിനിമ കണ്ടു. എല്ലാവരുടെയും ഉള്ളിൽ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഈ സിനിമ ഇഷ്ടമാകും. പ്രണവിനും ഇഷ്ടമായി എന്നും സുചിത്ര പറഞ്ഞു. ലാലേട്ടൻ ഒരു സിനിമ പ്രണവിനെ വെച്ച് സംവിധാനം ചെയ്യും എന്നാണ് എല്ലാവരും വിചാരിച്ചതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചില്ലേ എന്നാണ് ചിരിച്ചുകൊണ്ട് സുചിത്രയും മറുപടി പറഞ്ഞത്. ചിത്രം കണ്ട് ഇറങ്ങിയ ശേഷം മേജർ രവിയും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഹോളിവുഡ് പടം കണ്ടിറങ്ങുന്ന ഒരു ഫീൽ ആയിരുന്നു. അദ്ദേഹത്തിന് ഇത്രയും കഴിവുകൾ സംവിധാനത്തിൽ ഉണ്ടായിട്ടും സംവിധായകൻ എന്ന നിലയിൽ നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല ഇതേവരെ. അത്രയും സംവിധാന മികവാണ് അദ്ദേഹത്തിന് എന്നാണ് മേജർ രവി പറഞ്ഞത്. ചെന്നൈയിൽ നടന്ന ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാനായി മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയിരുന്നത്. ഏറെക്കാലത്തിനു ശേഷമാണ് മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും തിയേറ്ററിൽ എത്തുന്നത്. പ്രിവ്യൂ ഷോയിൽ മണിരത്നം, നടി രോഹിണി, വിജയ് സേതുപതി തുടങ്ങിയവർ തിയേറ്ററിൽ എത്തിയിരുന്നു. ഇവരെ കൂടാതെ സിനിമാ ലോകത്തെ നിരവധി പ്രവർത്തകരും ഉണ്ടായിരുന്നു.